വടക്കൻ കേരളത്തിലും കനത്ത മഴയാണ്. കാസർഗോഡ് മഞ്ചേശ്വരത്ത് റോഡിടിഞ്ഞ് കാർ ഒലിച്ചുപോയി. കണ്ണൂർ താവക്കരയിൽ വീടുകളിൽ വെള്ളം കയറി ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. മഴ ശക്തമായതോടെ കോഴിക്കോട്ടും പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. ബംഗാൾ തീരത്തിന് സമീപം തീവ്ര ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായതോടെ വടക്കൻ മേഖലയിലുടനീളം കനത്ത മഴയാണ്. കാസർഗോഡ് മഞ്ചേശ്വരത്ത് നിരവധി സ്ഥലങ്ങളിൽ വെള്ളം കയറി. മഞ്ചേശ്വരം, കുഞ്ചത്തൂർ, ഉപ്പളഗേറ്റ്, ബന്ദിയൂർ, മറ്റമ്പാടി, പാവൂർ എന്നിവിടങ്ങളിലാണ് വെള്ളം കയറിയത്. ശക്തമായ മഴയിൽ മജ്വയിൽ മുകുളി റോഡിൽ നിർത്തിയിട്ട കാർ ഒലിച്ചുപോയി. 5 മണിക്കൂർ നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിലാണ് കാർ ക്രെയിൻ ഉപയോഗിച്ച് വലിച്ചു കയറ്റിയത്. ഹൊസങ്കടിയിൽ 50ഓളം വീടുകളും മദ്രസയും ഉൾപ്പെടെ വെള്ളത്തിലായി. ഉൾപ്രദേശങ്ങളിൽ വെള്ളം കയറിയും മരം വീണും ഗതാഗതം താറുമാറായി. ചട്ടഞ്ചാലിൽ ദേശീയപാതയിൽ വെള്ളം കുത്തനെ റോഡിലേക്ക് പതിച്ചു. ദേശീയപാതയ്ക്കായി കുന്നിടിച്ചതോടെയാണ് വെള്ളം റോഡിലേക്ക് പതിച്ചത്. കോഴിക്കോട് പെരിങ്ങത്തൂർ പാലത്തിന് സമീപം മരം കടപുഴകിയതോടെ തലശ്ശേരി നാദാപുരം റൂട്ടിൽ ഗതാഗതം മുടങ്ങി. കനത്ത മഴയിൽ 10ലേറെ ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു. ജലനിരപ്പ് ഉയർന്നതോടെ കക്കയം ഡാമിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പൂനൂർ പുഴയിലും ജലനിരപ്പ് ഉയരുകയാണ്. കണ്ണൂർ കുപ്പത്ത് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി. ദേശീയപാതയിലേക്കാണ് വലിയ അളവിൽ കല്ലും മണ്ണും ഇടിഞ്ഞു വീണത്. താവക്കരയിൽ വെള്ളം കയറി വീടുകളിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. 5ഓളം കുടുംബങ്ങളെ കോർപ്പറേഷൻ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിവിധ ജില്ലകൾക്കൊപ്പം റിപ്പോർട്ടർ കാസർഗോഡ്.